إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أيها الناس اتقوا الله عباد الله ബഹുമാനമുള്ള സഹോദരന്മാരെ, ഹിരിയായങ്ങളെ, സഹോദരിമാരെ, സർവലോക സൃഷ്ടാവായ മലിക്കുൽ ജബ്ബാറായ പടച്ചറബ്ബുരെ പേടിച്ചിട്ട് അവൻ്റെ നിയമനിർദ്ദേശ ജീവിതത്തിലെ എല്ലാ സന്ദർഭത്തിലും പാലിച്ചിട്ട് ചക്വ കവിപുടാമാറി ജീവിക്കൊണുച്ചಂತ ಸ್ವಂತ ನಫ್ಸಿರ ಮರಕಾಂಡು ನಿಂಗಳೊಟ್ಟಿಗ ನಾನು ಒಸಿಯತ್ತಾಕರೆ ನೆನಪಾಕರೆ അല്ലാഹു സുബ്ഹാനഹു തആല ജീവിക്കുന്നതായ കാലത്തോളം അല്ലാഹുരെ തൃപ്തി നേടിത്ത് അല്ലാഹു ഇഷ്ടപ്പെട്ടതായ അവൻ്റെ യഥാർത്ഥ ഇഷ്ടദാസന്മാരൊട്ടിಗೆ അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങളെ ജീവിപ്പിക്കട്ടെ. ഞങ്ങൾ നിന്ത് മരണപ്പെട്ടു പോയതായ ഞങ്ങളെ എല്ലാ സഹോദര സഹോദരിമാർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല ഒരു സത്യവിശ്വാസിക്ക്, മൂമിനായ മനുഷ്യക്ക്, ആണാവട്ട് പെണ്ണാവട്ട് അല്ലാഹു തൻ്റെതായ ഏറ്റവും വലിയതായ സൗഭാഗ്യ, അതിനെക്കാട്ടി വലിയതായ സൗഭാഗ്യ ഇല്ല. അത് ഏതൈച്ചിക്കറ് മരണസമയത്ത് യഥാർത്ഥ മുസ്ലിമായിട്ട്
പരിശുദ്ധമായ കലിമത്തു തൗഹീദ് ഉച്ചരിച്ചിട്ട് സ്വർഗത്തിലെ ശുഭവാർത്ത അള്ളാഹുരെ മലായിക്കത്തിൽ നിന്ന് ലഭിച്ചിട്ട് മരിക്കുകയുള്ളതായ ഒരു സൗഭാഗ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതവൻ്റെ ജീവിതത്തിൽ, ഈ ദുനിയാവുരെ ജീവിതത്തിൽ അവന് നേടിയെടുത്തതായ, അവനുക്ക് ലഭിച്ചതായ നിഅമത്തുകളുടെ കൂട്ടത്തിൽ വെച്ചിട്ട് ഏറ്റവും വലുതായ നിഅമത്തെ തിക്രത്ത് ആയെങ്കിൽ എല്ലാ ആൾമാർക്ക് ആ ഒരു സൗഭാഗ്യ അള്ളാഹുര പക്കൽ നിന്ന് നേടിയെടുക്കുക സാധ്യമല്ല. കാരണം എന്താ വെച്ചെന്നെങ്കിൽ ಅದಕ್ಕೆ ചില മാനദണ്ഡ അല്ലാഹു സുബ്ഹാനഹു തആല നിശ്ചയിച്ചിര. ಅದಕ್ಕೆ ചില നിബന്ധന അല്ലാഹു സുബ്ഹാനഹു തആല നിശ്ചയിച്ച് തന്നിര. അതിൽ പ്രധാനപ്പെട്ടത് ദിക്ർ ഇസ്തിഖാമ ചെൽറത്. എന്താ ദിക്ർ ഇസ്തിഖാമ? ഈ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമുരെ ആശയ ആദർശങ്ങൾ ഉൾക്കൊണ്ടിട്ടു തൗഹീദിൽ അടിവറച്ചിട്ട് പതരാമാറ്, തൗഹീദിൽ അടിവറച്ചിട്ട് നിലനിൽക്കുന്നത് ദിക്ർ ഇസ്തിഖാമ ചെൽറത്. അത് അല്ലാഹു സുബ്ഹാനഹു തആല സെലക്ട് ആക്കിയതായ സൗഭാഗ്യമുള്ളതായ ആൾമാർക്ക് മാത്രമേ ദിക്ർ സാധ്യ. അല്ലാഹു സുബ്ഹാനഹു തആല ധാരാളം ഉദാഹരണങ്ങൾ അവന്റെ വിശുദ്ധമായ ഖുർആനിൽ ചിലരതയച്ച് നിങ്ങൾക്ക് കാണും. വിശുദ്ധ ഖുർആനിലെ 18ാമത്തെ അധ്യായ സൂറത്തുൽ കഹ്ഫ് നിങ്ങൾ നോക്കൂ. അതിലെ 103 പിന്നെ ഉള്ളതായ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു തആല ചിലരത് ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാലാ الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا. അല്ലാഹു സുബ്ഹാനഹു തആല ചെല്ലുന്നത് കുൽ നബിയെ, നിങ്ങൾ ചെല്ലൊരു നബിയെ, ചെന്നു കൊടുക്കൊരു നബിയെ, ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല, അമല് നഷ്ടപ്പെട്ടതായ, അമല് നിഷ്ഫലമായതായ, അമല് പരാജയപ്പെട്ടു പോയതായ ആൾമാർ 6 ചെന്ത് നിങ്ങക്ക് നങ്ങ ചെന്തരട്ട, നിങ്ങക്ക് നങ്ങ അറിയിച്ചു തരട്ട. അമലെടുത്തിട്ട് അമല് നിഷ്ഫലമായിട്ട് നഷ്ടപ്പെട്ടു പോണ്ടത്, പരാജയപ്പെട്ടു പോണ്ടത്, അല്ലാഹു സ്വീകരിക്കാത്തത് അതാരായി ദിക്ർ ചെന്ത് നിങ്ങക്ക് നങ്ങ ചെന്തരട്ട. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ചെല്ലറ അല്ലദീന അങ്ങ് ആരായി ദിക്ര ലല്ല സയ്യുഹും ഫിൽ ഹയാത്തിദ് ദുനിയാ, അങ്ങനെ ദുനിയാവുരെ ഹയാത്ത്, ദുനിയാവുരെ ജീവിത അത് നഷ്ടപ്പെട്ടു പോയര്. അങ്ങനെ ദുനിയാവുരെ ജീവിതത്തിലാക്കിയതായ പരിശ്രമ അത് ഇബാദത്തിന്റെ പേരിലയച്ചിക്കും, അവന്റെ കർമ്മത്തിന്റെ പേരിലയച്ചിക്കും. അവനു ആക്കിയതായ പരിശ്രമ, അവന്റെ അമല് നഷ്ടപ്പെട്ടു പോയതായ ആൾമാർ അയച്ചിക്കാറ്. നോക്കൂ, അമലെടുക്കാത്തതായ ആൾമാർ ചെന്തല്ല, അമല് എടുത്തിട്ട് നഷ്ടപ്പെട്ടു പോയതായ, പരാജയപ്പെട്ടു പോയതായ, അവസാനം മരിക്കുന്നതായ സന്ദർഭത്തില് ഈമാനില്ലാതെ മുസ്ലിം അല്ലാതെ ആയിട്ട് മരിക്കുക നിർഭാഗ്യ ലഭിച്ചതായ ആൾമാറായിട്ടിക്കറങ്ങ. എന്നിട്ട് അല്ലാഹു ചെല്ലുന്നത് വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുന്നാ, അങ്ങ് ബിയരിക്കാറ് ഞങ്ങ ഏറ്റവും നല്ല അമലാക്കിയതായ ആൾമാർ, ഞങ്ങളെ പ്രവർത്തിരെ നന്നാക്കിയതായ ആൾമാർ ചെന്ന് അങ്ങ് ബിയരിച്ചോണ്ടിക്കാറ്. കേവല അങ്ങനെ ബിയാര മാത്രം എത്തിക്കറ്, അങ്ങനെ വിശ്വാസവും അങ്ങനെ പ്രവൃത്തിയും നന്നായിട്ടില്ല. എന്തുകൊണ്ടു? ഈ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലു, ഈ തൗഹീദില് അടിയുറച്ചിട്ട് നിൽക്കുക കഴിച്ചില്ല.
ഇസ്തിഖാമത്തിൽ നിൽക്കാൻ കഴിച്ചില്ല. അതുകൊണ്ടു അങ്ങനെ ഈ ഹൈകമായിട്ടുള്ള ഈ ദുനിയാവൊരു ജീവിത അങ്ങ് എത്ര കാലം വേണമെങ്കിൽ ഈ ദുനിയാവിൽ അങ്ങ് ജീവിക്കട്ടെ, അതെല്ലാം നിഷ്ഫലമായിട്ട് പോയിര്. സഹോദരന്മാരെ, നിഷ്പക്ഷമായിട്ട് ആത്മാർത്ഥമായിട്ട് ഒന്ന് ചിന്തിച്ചെങ്കിൽ അള്ളാഹുരെ അലംഘനീയമായിട്ടുള്ളതായ വിളിക്ക് ഉത്തരം കൊടുത്തു. ഈ ലോകത്തിൽ നിന്ന് ഏത് സമയത്തിലും മരണപ്പെട്ടതായ ഞങ്ങ ಅದಕ್ಕೆ ಬಾಲ್ಯತ್ತಿರ ಅಗತ್ಯ ಇಲ್ಲ, ಯೌವನತ್ತಿರ ಅಗತ್ಯ ಇಲ್ಲ, ವಾರ್ಧಕ್ಯತ್ತಿರ ಅಗತ್ಯ ಇಲ್ಲ, ರೋಗತ್ತಿರ ಅಗತ್ಯ ಇಲ್ಲ, ಮರಣತ್ತಿಗೆ ಏದುം ರೀಸನ್ ಅಲ್ಲ, ಕಾರಣ ಅಲ್ಲ. ವಮಾ ತದಿರಿ ನಫ್ಸುನ್ ಬಿ ಅಯ್ಯಿ ಅರ್ಲಿನ್ ತಮೂತ್, ஒரு நப்சுக்கும் பிடி இல்ல. ஏது பூமியில் ஐத்திக்கிறு, ஏது பக்கத்தில் ஐத்திக்கிறு, நானும் மரிச்சித்து உள்ளது சென்று ஒரு மனுஷக்கும் பிடி இல்ல. അള്ളാഹുരെ വിളിക്ക് ഉത്തര കൊടുത്തു പോണായതായ ഞങ്ങ ഏത് സമയത്തിലും. പക്ഷേ ഇസ്തിഖാമ നഷ്ടപ്പെട്ടു പോയിട്ടെങ്കിൽ, എടുത്ത അമല് ബാത്തിലായിട്ട് പോയിട്ടെങ്കിൽ, ഒന്നുമില്ലാതെ നിഷ്ഫലമായ നിലക്ക് ആഖിറത്തിൽ പോണ്ട ഒരു അവസ്ഥ, ഒരു ഗതികേട് വന്നിട്ടെങ്കിൽ ഈ ദുനിയാവിൽ ഇത്ര കാലം ജീവിച്ചിട്ട് എന്തെത്തിക്കരു സഹോദരന്മാരെ, എന്നെന്നുമുള്ളതായ മനുഷ്യന്റെ യഥാർത്ഥ ജീവിതത്തിക്ക്, മടക്കമില്ലാത്തതായ യാത്രക്ക്, മരണാനന്തരമുള്ളതായ ജീവിതത്തിക്ക് ഞങ്ങളിൽ നിന്ന് ഞങ്ങൾ എന്ത് തയ്യാറാക്കിയ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കണായ ഒരു വിഷയത്തിക്ക് ഞങ്ങളെ മുന്നിൽ കഴിഞ്ഞു പോയതായ സലഫു സ്വാലിഹീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് പേടിച്ചതായ വിഷയത്തിക്കുന്നത് ഞങ്ങളെ അമൽ അല്ലാഹു സ്വീകരിച്ചിരിക്കുവാനായില്ലേ? നാളെ പരലോകത്തില് അത്തര സൂക്ഷ്മതൽ അങ്ങ് ഇബാദത്ത് എടുത്തിട്ട്, അമലെടുത്തിട്ട് അങ്ങനെ ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിൽ അങ്ങ് അടിയുറച്ചു നിന്നിട്ട് അധികാരത്തിക്ക് വേനായിത്ത, സ്വന്ത താല്പര്യത്തിക്ക് വേനായിത്ത ഏതുകും ആദർശത്തിന് വിട്ടുകൊടുക്കാമാറ് തൗഹീദിൽ അടിവറച്ചിട്ട് നിലനിന്നതായ ഞങ്ങളെ മുന്നിൽ കഴിഞ്ഞു പോയതായ സലഫു സാലിഹീങ്ങ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത്, താബീങ്ങ, തബഉ താബീങ്ങ പേടിച്ചിട്ട് ഭരിച്ചിരാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ഇത്തരത്തിലുള്ളതായ കാര്യങ്ങൾ ചൊല്ലുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പേടിച്ചിട്ട് വരച്ചോണ്ടിന്ത് ചെന്ന് ചരിത്രത്തിലും ഹദീസ് ഗ്രന്ഥത്തിൽ നിങ്ങൾക്ക് കാണും. സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കോറു, എത്രത്തോളം ചെന്നെങ്കിൽ വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹൂദ്, ആ സൂറത്ത് ഹൂദിലെ ആയത്ത് 11-ാമത്തെ അധ്യായ 112-ാമത്തെ ആയത്ത് അല്ലാഹു തആല ഞങ്ങളെ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊട്ടിಗೆ എത്തിക്കറി ചെല്ലുന്നത് ഫസ്തഖീം കമാ ഉമിർത വമൻ താബ മഅക വലാ തത്ഗൗ ഇന്നഹു ബിമാ തഅമലൂന ബസീർ. എന്താ എത്തിക്കറി അല്ലാഹു തആല ചെല്ലുന്നത്? ഫസ്തഖീം, നബിയേ നിങ്ങൾ ഇസ്തിഖാമല്ല, നിങ്ങൾ നിൽക്കണം. നിങ്ങൾ അപ്പറ ഇപ്പറ ചായ കുത്തീറ, നിങ്ങൾ ദൃഢമായ നിലല് നിങ്ങൾക്ക് ഞങ്ങ കൽപ്പിച്ചതുപോലെ, കമാ ഉമിർച്ച, നിങ്ങളൊട്ടിക്ക് ഞങ്ങ കൽപ്പിച്ചതുപോലെ, കൽപ്പിക്കപ്പെട്ടതുപോലെ നിങ്ങൾ അടി ഉറച്ചിട്ട് നിൽക്കണം. നിങ്ങൾ എതിരിൽ എന്ത് ഓഫർ കിട്ടിയിട്ടുണ്ടെങ്കിലും, എന്ത് നിങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിലും, പക്ഷേ നിങ്ങൾക്ക് ഞങ്ങ എങ്ങനെ എത്തിക്കറി ചെന്നത്, നിങ്ങളൊട്ടിക്ക് ഞങ്ങ എങ്ങനെ എത്തിക്കറി കൽപ്പിച്ചത്, അതിൽ നിങ്ങൾ അടി ഉറച്ചിട്ട് നിൽക്കണു. ഒമൻ താബ മഅക, അതേപോലെ പശ്ചാത്താപ്പാക്കിട്ട് തൗബാക്കിട്ട് നിങ്ങളൊട്ടിക്ക് വന്നതായ ആൾമാറും ഇസ്തിഖാമല അടി ഉറച്ചിട്ട് നിൽക്കണു. വലാ തത്ഗൗ ഇന്നഹു ബിമാ തഅമലൂന ബസീർ. നിങ്ങൾ ഒരിക്കലും വിദ്രോഹ ആക്കുകുത്തീറ, ഒരിക്കലും ಇದಕ್ಕೆ എതിര് പ്രവർത്തിക്കുകുത്തീറ. കാരണം എന്തേ? ഇന്നഹു ബിമാ തഅമലൂന ബസീർ. തീർച്ചയായിട്ടും നിങ്ങൾ ആക്രതായ പ്രതി ഒരു പ്രവർത്തിയുടെ വിഷയത്തില് അള്ളാഹു സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചോണ്ടിരിക്കുക, നോക്കിക്കൊണ്ടിരിക്കുക.
ಅದರ അടുത്ത ആയത്ത് നിങ്ങൾ നോക്കൂ 113ാമത്തെ ആയത്ത് സൂറത്ത് ഹൂദ്. അല്ലാഹുರ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ರೊಟ್ಟಿಗೆ ಇಚ್ಚಿಕರೆ ವಲಾ ತರ್ಕನೂ ഇലല്ലദീന ളലമൂ. ഒരിക്കലും നബിയേ അക്രമികളായ ധിക്കാരികളായ ലുൽമാക്കിക്കൊണ്ടിരിക്കുന്നതായ ശിർക്കാക്കിക്കൊണ്ടിരിക്കുന്നതായ മുശ്രിക്കീങ്ങളായ ധിക്കാരിയായ ആൾമാരെ ഭാഗത്തേക്ക് നിങ്ങൾ ചാഞ്ഞു പോകുത്തീറാ. അങ്ങനെ നിങ്ങൾ ചാഞ്ഞു പോയാറുണ്ടായെങ്കിൽ ഫതമസ്സകുമുന്നാർ, നിങ്ങൾക്ക് നരക സ്പർശിക്കും. ഖണ്ഡിതമായിട്ടിക്കർ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങളെ നേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമരൊട്ടിಗೆ ഈ വിഷയത്തിൽ എച്ചരിക്ക കൊടുത്തിട്ടുണ്ടെങ്കിൽ, താക്കീത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചതായ മഹാന്മാരായ മുഫസ്സിരീങ്ങളായ ആൾമാർ അങ്ങനെ തഫ്സീറിൽ വിശദീകരിക്കാറ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരൊട്ടിಗೆ ചെന്നതിരെ ഉദ്ദേശ അതിരെ ബിദ്ദാത്ത് മഖ്സൂദ് ഖിയാമത്ത് നാൾത്തോളം ബണ്ടതായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ ഉമ്മത്തിങ്ങಗೆ അത് ബാധകമായി ചിക്കരെ. ഒരിക്കലും ദുനിയാവരെ സ്വാർത്ഥത്തിന്റെ പേരില അധികാരത്തിന്റെ പേരില അല്ലാഹു തന്നതായ ഹിദായത്ത് ഇത് അമൂല്യമായി ചിക്കരെ. ഇത് അല്ലാഹു സെലക്ഷൻ ആക്കിയതായ ആൾമാർക്ക് മാത്രം കൊടുക്കുന്നതായ ഒരു അമൂല്യമായിട്ടുള്ളതായ രത്നമായി ചിക്കരെ. ഈ ഹിദായത്തിനെ പെഞ്ഞായിക്ക് വേനായിത്ത, മക്കക്ക് വേനായിത്ത, ഉമ്മക്ക് വേനായിത്ത, അബ്ബക്ക് വേനായിത്ത, മുതലാളിക്ക് വേനായിത്ത, തൊഴിലാളിക്ക് വേനായിട്ട, അധികാരത്തിക്ക് വേനായിത്ത, സംഘടനക്ക് വേനായിത്ത, ഏതുകും പണിയബെക്കുന്നതായ ഒരു ദുരവസ്ഥ ഒരിക്കലും സത്യവിശ്വാസിൽ നിന്ന് വന്നു പോകുത്തീറ. അത്രക്കും കടുപ്പമായി തിക്കുന്ന സഹോദരന്മാരെ, അല്ലാഹുവിന്റെ താക്കീത്. അല്ലാഹു തആല ചൊല്ലുന്നത് നരക സ്പർശിക്കും. മാത്രല്ല വമാ ലക്കും മിൻ ദൂനില്ലാഹി മിൻ ഔലിയാ സുമ്മ ലാ തുൻസറൂൻ. അങ്ങനെ അല്ലാഹുവിന്റെ അദാബ് നിങ്ങൾക്ക് സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ബാധിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലാഹുവിന്റെ ശിക്ഷ നിങ്ങൾക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, ഒരിക്കലും ഒരാൾക്കും എത്ര വലിയവനുക്കും അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് തടയിറതായ നിങ്ങളെ ബച്ചവാക്കുന്നതായ ഒരു സഹായിരെയും അല്ലാഹു അല്ലാതെ നിങ്ങൾക്ക് കാണുക സാധ്യമല്ല നബിയേ. പടച്ച റബ്ബുക്കും മാത്രല്ല മാറ് അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന്, അല്ലാഹുവിന്റെ അദാബിൽ നിന്ന് നിങ്ങളെ തടയുക സാധ്യമല്ല. സുമ്മലാ തുൻസറൂൻ, പിന്നെ നിങ്ങളെ ഒരാളും സഹായിക്കുകയില്ല. സഹോദരന്മാരെ, ചെറിയ വിഷയമാ. പരലോകത്തിന് എന്നെന്നും ശാശ്വതമായിട്ടുള്ളതായ പരലോക ജീവിതം നഷ്ടപ്പെട്ടതായ ഏറ്റവും ഗൗരവമായിട്ട് നാനും നിങ്ങളും ചിന്തിക്കണതായ ഒരു വിഷയത്തിക്ക് ഇസ്തിഖാമ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടെങ്കിൽ, അത് മാത്രമല്ല ഈ ആയത്തിലെ തഫ്സീറെല്ലാം ഞങ്ങൾ നോക്കിയിട്ടെങ്കിൽ ഞങ്ങൾ അമ്പരന്ന് പോവാ. മഹാന്മാരായ മുഫസ്സിരീങ്ങ ചെല്ലാറ് എന്തായിച്ചിക്കറ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സന്ദർഭത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ സ്വഹാബിമാരെ വിളിച്ചു കൂട്ടിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ മരണത്തിന് അടുത്ത ടൈമിലായിട്ട് ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ തലര മുടിയിൽ നിന്ന് ചില മുടി ബെൽറ്റ് തിന്ത് നരച്ച് തിന്ത്, അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ താടി രോമത്തിൽ നിന്ന് ചില താടി രോമ നരച്ച് തിന്ത് ബെൽറ്റ് തിന്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തുക്ക് കൈ ചൂണ്ടിട്ട് കേൾക്കുന്നതായ ഒരു പ്രശ്നമുണ്ട്. സ്വഹാബത്തെ, നന്റെ തലര മുടിയിൽ നിന്ന് ചില തലര മുടി ഈ താടി രോമത്തിൽ നിന്ന് ചില താടി രോമ വെളുത്തു പോയി. ഇതിന്റെ കാരണം എന്തായി ചിക്കറ് നിങ്ങക്ക് പിടിയുണ്ടാ? നിങ്ങൾ ചിന്തിച്ചിരാറ, നിങ്ങൾ മനസ്സിലാക്കിറാറാ? നക്ക് വാർദ്ധക്യായത് കൊണ്ടുത്താ, വയസ്സായത് കൊണ്ടുത്താ
എന്ത് കാരണത്തിലെത്തിക്കറ് നന്റെ താടി രോമത്തിൽ നിന്ന് ചില താടി രോമ ബെൽറ്റ് പോയത്, നന്റെ ഈ തലര മുടിയിൽ നിന്ന് ചില തലര മുടി ബെൽറ്റ് പോയത്. സ്വഹാബത്ത് ചെന്ന് അല്ലാഹു വ റസൂലു അഅലം, നബിയെ ഞങ്ങൾക്ക് പിടിയില്ല നബിയെ, അല്ലാഹു വഹി നൽകിയതായ അല്ലാഹുവിന്റെ റസൂലുക്കും മാത്രമേ ഇത്തിക്കറ വിഷയത്തിൽ അറിവുള്ളത്, ഞങ്ങൾക്ക് പിടിയില്ല. ആ സന്ദർഭത്തിൽ ഐത്തിക്കറ് നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലുന്നത്, സ്വഹാബത്തെ ഇത് വയസ്സായത് കൊണ്ടല്ല, നന്റെ തലരമുടിയും താടിരോമവും ചിലത് നരച്ചു പോയത്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് റൂമിലെ ഈ ആയത്ത് കേട്ട് തൈത്തിക്കറ്. ഈ ആയത്ത് ഫസ്തഖിം കമാ ഉമിർത, നബിയെ നിങ്ങളൊട്ടിಗೆ കൽപ്പിച്ചത് പ്രകാരം നിങ്ങൾ കറക്റ്റായിട്ട് നേരായ മാർഗത്തിൽ നിങ്ങൾ അടിവറച്ചിട്ട് നിൽക്കണോ. ഒരിക്കലും നിങ്ങൾ അപ്പറ ഇപ്പറ ചായ കുത്തീറ. അങ്ങനെ നിങ്ങൾ ചാഞ്ഞു പോയാറുണ്ടായെങ്കിൽ നരകമായി തിക്കറ്. ആ നരകത്തിൽ നിന്ന് നിങ്ങളെ ബച്ചവാക്കൂ, അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തൂ ഒരാൾക്കും സാധ്യമല്ല. ഈ ആയത്ത് കേട്ടപ്പോ തിക്കറ് അള്ളാഹുവിന്റെ ശിക്ഷനെ പേടിച്ചിട്ട്, പരലോകത്തിനെ പേടിച്ചിട്ട് നന്റെ ഈ താടി രോമവും തലര മുടിയും ചിലത് വെളുത്തു പോയത്. സഹോദരന്മാരെ ചിന്തിക്കോ, എത്ര കുറിന ആയത്ത് കേട്ട, ഖുതുബല് കേട്ട, ക്ലാസ്സിൽ ഞങ്ങൾ കേട്ട, ഇമാമു നിരന്തരമായിട്ട് സുദീർഘമായിട്ട് ഫജർ നിസ്കാരത്തിലും ഇശാ നിസ്കാരത്തിലും ഓതുറു വിശുദ്ധ ഖുർആനിലെ ധാരാളം ആയത്ത് ഞങ്ങൾ കേട്ട, റമളാനില് 30 ജുസും ഞങ്ങൾ കേട്ട, എന്നിട്ടും ഞങ്ങൾ പരിവർത്തനായിട്ടില്ല, എന്നിട്ടും ഞങ്ങൾ ഇസ്തിഖാമത്തിലില്ല. തലരമുടി വെളുക്കുന്നത് പോവട്ടെ, ഇണ്ടത്തെ അവസ്ഥ നോക്കിയിട്ടെങ്കിൽ വയസ്സായിട്ടും വെളുത്തതായ മുടിരെ കർപ്പിക്കുക എത്തിക്കുന്ന മനുഷ്യന്മാർ അർജന്റായിക്കൊണ്ടുള്ളത്. അതിക്കെന്തെങ്കിലും മസാല ഉണ്ടാ, അതിക്കെന്തെങ്കിലും ഹദീസ് ഉണ്ടാ, അതിക്കെന്തെങ്കിലും എവിഡൻസ് ഉണ്ടാ ചെന്ന് തേടി നടക്കുന്നതായ ഒരു കാലഘട്ടമായി തിക്കറേ. നക്ക് വയസ്സായി പോയിട്ട്, നന്റെ മരണം നക്ക് അടുത്തു പോയിട്ട്, ഏത് സമയത്തും അള്ളാഹുവിനെ വിളിക്ക് ഉത്തര കൊടുത്തു മടക്കമില്ലാത്തതായ ഒരു യാത്ര ആക്കോണായ ആളായി തിക്കറനാണ്. അതിന് കാരണമായി തിക്കറ്, ಅದಕ್ಕೆ സൂചന തണ്ടതൈത്തിക്കറ്. നന്റെ വാർദ്ധക്യ ಅದಕ್ಕೆ സൂചന തണ്ടതൈത്തിക്കറ്. നന്റെ നിരക്കല് ചെന്ന് ബിയരിക്കുന്നതില്ല. സഹോദരന്മാരെ ചിന്തിക്കൂ, ഒരിക്കലും ഞങ്ങൾ ചേർലിന്നതായ കമ്പ പോലെ ആവുകുത്തീറ. ഇത് ആദർശ പ്രസ്ഥാനമായി തിക്കർ. ഇതിൽ ഇസ്തിഖാമത്തിൽ നിന്നെങ്കിലും മാത്രമേ തിക്കറ് തുടർന്നുള്ളതായ ജീവിതത്തിൽ നിങ്ങൾക്ക് രക്ഷ. ഇന്ന് ചില ആൾമാർ അവസ്ഥ നിങ്ങൾ നോക്കിയിട്ടെങ്കിൽ എത്ര ആൾമാരുള്ളാർ. പേരുക്ക് മാത്രമേ തിക്കറ് മുസ്ലിം, പേരുക്ക് മാത്രമേ തിക്കറ് ഇസ്ലാം, പേരുക്ക് മാത്രമേ തിക്കറ് അവന്റെ ഐഡന്റിറ്റി മുസ്ലിം. ഇസ്ലാമുമായി യാതൊരു ബന്ധമില്ല. അള്ളാഹുരൊട്ടിಗೆ കൈ കെട്ടിത്തവണു ചെല്ലുക. ദൈനംദിനമായിട്ട് പടച്ച റബ്ബേ നിൽക്കുന്നതാണ് നിന്റെ മുഖത്തിനെ തിരിച്ച റബ്ബേ. ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവണ് നീനായിത്തിക്കറ റബ്ബേ. ഇന്ന സലാത്തി വനുസ്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. തീർച്ചയായിട്ടും നിന്റെ നിസ്കാരവും നിന്റെ ബലികർമ്മവും നിന്റെ ജീവനവും നിന്റെ മരണവും സർവലോക സൃഷ്ടാവായ അല്ലാഹുവേ നിനക്ക് മാത്രമായി തിക്കറേ. ലാ ശരീക ലഹു ബിദാലിക. ഞാൻ ഒരിക്കലും ശിർക്കാക്കല്ല റബ്ബേ. നിന്റെ വിശ്വാസത്തിലാവട്ടെ, നിന്റെ പ്രവൃത്തിയിലാവട്ടെ, നിന്റെ അമലിലാവട്ടെ, ജീവിതത്തിലെ ഒരു മേഖലയിലും ശിർക്ക് ഞാൻ ആക്കല. അത് നിന്റെ ജീവിതത്തിക്ക് കടന്നു വരല. ഒബിദാലിക ഉമിർത്തു. ഈ കാരണം കൊണ്ട് നീ നിന്റെ ഒട്ടിಗೆ കൽപ്പിച്ചിര റബ്ബേ. ശിർക്ക് വന്നു പോകുത്തീറ ചെന്ന് നീ നിന്റെ ഒട്ടിಗೆ കൽപ്പിച്ചിര റബ്ബേ. വഅന മിനൽ മുസ്ലിമീൻ. തീർച്ചയായിട്ടും ഞാൻ നമ്പർ 1 മുസ്ലിം ആയി തിക്കറ ചെന്ന് അല്ലാഹുരൊട്ടിಗೆ പ്രതിജ്ഞ എടുത്തതായ ഒരു മുസ്ലിം, അല്ലാഹുരൊട്ടിಗೆ പ്രതിജ്ഞ എടുത്തതായ ഒരു മുസ്ലിം പിന്നെ എങ്ങനെ തിക്കറ സഹോദരന്മാരെ കിട്ടിയതിരെ പിറവിൽ പോകും സാധ്യ. എപ്പോഴും ഞങ്ങളെ അമല് നിഷ്ഫലമായിട്ട് പോണ്ടതായ ബാത്തിലായിട്ട് പോണ്ടതായ കാര്യത്തിൽ നിന്ന് എപ്പോഴും ഞങ്ങൾ ജാഗ്രത ആക്കണം. ചില ആൾമാർ അവസ്ഥ നിങ്ങൾ നോക്കൂ. എത്രത്തോളം ചെന്നിട്ടെങ്കില് അങ്ങനെ ഔച്ചിൽ ഒരു മങ്ങില വന്നിട്ടെങ്കില് അപ്പൊ ഇസ്ലാമില്ല, അപ്പൊ ശരീഅത്തില്ല, അപ്പൊ തൗഹീദില്ല. അവിടെ എല്ലാം അനിസ്ലാമികമായിട്ടുള്ളതായ കാര്യാക്കാറ്. മെഹന്ദിരെ പേരിലും താളത്തിരെ പേരിലും
ഹലതി മംഗില ചെല്ലുന്നതായ പേരിലും മഞ്ഞിൽ ചിര മുന്നലും പിന്നെ ഉള്ളതായ എല്ലാ ചട്ടുവട്ടിക്ക നോക്കിയിട്ടെങ്കിൽ തൗഹീദുമായിട്ട് ദീനുൽ ഇസ്ലാമുമായിട്ട് ആദർശവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തതായ എത്ര ആൾമാർ സഹോദരന്മാരെ ചിന്തിക്കൂ. ഏത് സമയത്തും അള്ളാഹു തന്നതായ ഹിദായത്ത് പടച്ച റബ്ബ് തിരിച്ചെടുക്കും. ഹിദായത്തിൽ അടിയുറച്ചിട്ടില്ലെങ്കിൽ അല്ലേ, ഏറ്റവും നല്ല ഫലക്ക അള്ളാഹുര മാർഗത്തുക്ക് വിളിക്കുന്നത്, അതിനൊട്ടിക്ക് അമല് സ്വാലിഹത്താക്കുന്നത്. വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, തീർച്ചയായിട്ടും നാന് നമ്പർ 1 മുസ്ലിം ആയിത്തിക്കറച്ചെന്ന് ആരെ എതിർലും അവന്റെ ആദർശത്തിന് പണയ വെക്കാമാറ് ധൈര്യത്തില് സ്ഥൈര്യത്തില് ഇസ്തിഖാമത്തിൽ അടിവറച്ചിട്ട് നിന്നിട്ട് പലക്ക വരവന്റെ കാട്ടി നല്ലവണ് ആരായിത്തിക്കറച്ചെന്ന് അല്ലാഹു തആല ചെൽറ. സഹോദരന്മാരെ, ഒരിക്കലും ഇസ്തിഖാമത്തിൽ അടിവറച്ചവനു ദീനുൽ ഇസ്ലാമിലു തൗഹീദിൽ അടിവറച്ചവനുകു ഒരിക്കലും അനിസ്ലാമികമായിട്ടുള്ള ഒരു വിഷയത്തിന് പോകും സാധ്യമല്ല. അനിസ്ലാമികമായിട്ടുള്ള ആൾമാർ ആക്രതായ ഒരു ചട്ടുവട്ടികളും അവനുക്ക് പാൽക്കൊള്ളുക സാധ്യമല്ല. ഒരിക്കലും ഇസ്ലാം അല്ലാത്തതായ ഇത്ര മതത്തിലെ ആൾമാർ ആഘോഷിക്കുന്നതായ ആഘോഷത്തില് ഒരിക്കലും അവനുക്ക് ഒത്തുകൂടുക സാധ്യമല്ല. ಅದಕ್ಕೆ ಅವನ ಆಶಂಸೆ ಚೊಲ್ಲಕ್ಕೆ ಅವನ കിട്ടല് ഒരു മുവഹിദായ മനുഷ്യനെ കിട്ടല്. അത് ക്രിസ്മസ്ക്ക് വേണമെങ്കിലാവട്ടെ, അതുപോലെയുള്ളതായി ഏതുക്ക് വേണമെങ്കിലാവട്ടെ, ഒരു മുസ്ലിമായ മനുഷ്യ ആശംസ ചെല്ലുണ്ടെങ്കിൽ ഒരിക്കലും അവന് മുവഹിദല്ല, ಅವನು ಸಲಫಿ ಅಲ್ಲ. ದೀನುಲ್ ಇಸ್ಲಾಮುಮಾಯಿತು യാതൊരു ബന്ധമില്ലാത്തതായിട്ടിക്കറ് ആരായിട്ടിക്കറാറ് സലഫിക ചെന്നെങ്കില് ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, ഏറ്റവും ഉത്തമമായിട്ടുള്ളതായ നൂറ്റാണ്ട്, ഏറ്റവും ഉത്തമമായിട്ടുള്ളതായ കാലഘട്ട അത് നല്ല കാലഘട്ടമായിട്ടിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്ന് അതിന് പിന്നെ വന്നതായ സ്വഹാബത്തിന്റെ കാലഘട്ടമായിട്ടിക്കറ് താബീങ്ങളെ കാലഘട്ടമായിട്ടിക്കറ് ഈ 3 ഉത്തമ നൂറ്റാണ്ടിൽ ജീവിച്ചിട്ട് മരിച്ചു പോയതായ അങ്ങനെ മൻഹജ് ഫോളോ ആക്കിയതായ ആൾമാർഗൈത്തിക്കറ് സലഫി ചെല്ലുന്നത്. സലഫി ചെല്ലുന്നതായ ബാനറിൽ ആറ് എന്താക്കിയിട്ടെങ്കിലും അതിന് ഒരിക്കലും നിങ്ങ സംഘടനയുടെ പേരില അല്ലെങ്കിൽ ആദർശത്തിന്റെ പേരില വെച്ചുകെട്ട് കുത്തിയ സഹോദരന്മാരെ, ഒരിക്കലും ഇത്തര മതത്തിലെ ആൾമാർ ആഘോഷിക്കുന്നതായ ഏത് ആഘോഷം വേണമെങ്കിലാവട്ടെ അതിക്ക് കൂട്ടുനിൽക്കുക, അതിക്ക് ആശംസ ചൊല്ലുക. ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല. ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ ഞങ്ങൾ പരിശോധിച്ച് നോക്കിയിട്ടെങ്കിൽ ഒരു കണ്ട ഹദീസ് പോലും ഒരു കണ്ട തെളിവ് പോലും അതിക്ക് കൊണ്ടുവരുക ഖിയാമത്ത് നാളത്തോളം സാധ്യമല്ല. കാരണം ഇത് ദീനുൽ ഇസ്ലാം ആയിത്തിക്കറ്, ഇത് അള്ളാഹുര ദീൻ ആയിത്തിക്കറ്, ഇതിന് നിയമം ഉണ്ടാക്കിയവൻ അള്ളാഹു ആയിത്തിക്കറ. ഇതിനെ തിദ്ദുപടിയാക്കുക ഖിയാമത്ത് നാളത്തോളം ഒരാൾക്കും സാധ്യമല്ല. അള്ളാഹു സുബ്ഹാനഹു തആല ഹഖിൽ അടിയുറച്ച് നിന്നിട്ട് ഇസ്തിഖാമത്തിൽ മരിക്കുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാനമുള്ള സഹോദരന്മാരെ, ഞാൻ ചെന്നതുപോലെ ഏത് സമയത്തും അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തര കൊടുത്തു മരിച്ചു പോണ്ട ആൾമാർ ഏത് സമയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്തല്ലേ മൻ മാത വഹുവ യഅലമു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഒരാള് പരിശുദ്ധമായ കലിമത്തു തൗഹീദ് ഉച്ചരിച്ചിട്ട് അതിനെ അറിഞ്ഞിട്ട് മരിച്ചിട്ടെങ്കിൽ കേവല അവന്റെ നാവ് കൊണ്ട് ഉച്ചരിച്ചത് കൊണ്ടൊരു കാര്യമില്ല. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്തിനെ ചെന്ന് അതിനെ അറിഞ്ഞിട്ട് മരിച്ചിട്ടെങ്കിൽ മാത്രം എത്തിക്കറ് അള്ളാഹു അവനക്ക് സ്വർഗ കൊടുക്കരുത്, അവനെത്തിക്കറ് സ്വർഗത്തേക്ക് കിടക്കരുത്. അള്ളാഹു അവന്റെ വിശുദ്ധമായ ഖുർആനിൽ ചെന്നില്ലേ 41-ാമത്തെ അധ്യായ സൂറത്ത് ഫുസ്സിലത്ത് നിങ്ങൾ നോക്കൂ, അതിലെ ചില ഭാഗം നോക്കൂ. ഏതോ ഒരു ധിക്കാരത്തിൽ മുങ്ങിപ്പോയതായ മനസ്സിനെയും തട്ടി ഉണർച്ചതായ ആയത്തെത്തിക്കരേ നാളെ പരലോകത്തിലെ നരകത്തിക്ക് പോണ്ടതായ സത്യനിഷേധിയായ ആൾമാർ ചെല്ലുന്നതായ അവസ്ഥ നിങ്ങൾ നോക്കൂ. വഖാലല്ലദീന കഫറൂ,
സത്യനിഷേധിയായ ആൾമാർ അങ്ങ് ചെൽറാർ കഫറു അങ്ങ് സത്യനിഷേധത്തിക്ക് പോയിറാർ കുഫുറുക അങ്ങ് പോയിറാർ കുഫുറു വിശ്വാസ വെച്ചിട്ട് നടന്ന ആൾമാർ ഹിച്ചിക്രാറങ്ങ അങ്ങ് ചെൽറ നോക്കറു റബ്ബന അരിനല്ലദൈനി അളല്ലാന മിനൽ ജിന്നി വൽ ഇൻസ് അല്ലാഹുവേ ജിന്ന് വർഗത്തിലും മനുഷ്യ വർഗത്തിലും നന്നെ തെരുത്തപ്പാട്ടിയതായ ആൾമാറുള്ളാറ് അങ്ങനെ ഒന്ന് നന്റെ കണ്ണെതിർൽ നീನು കാട്ടിത്തരുന്നു റബ്ബേ നക്ക് നരക ഉറപ്പൈത്ത് ನಾನು ನರಗತಿಲೈತಿಗಿರೆ ಆಯಂಗಿಲ ನಕ್ಕು ನಿಂದೊಟ್ಟಿಗೆ ಬೇಡಿಕಾಕುಳ್ಳದು ನಿಂದೊಟ್ಟಿಗೆ ಚೊಲ್ಲುಳ್ಳದು ಒಂದೇ ಐತಿಗಿರೆ ಪಡಚರಪ್ಪೆ ಜಿನ್ನು ವರ್ಗത്തിലും ಮನುಷ್ಯ ವರ್ಗത്തിലും ನಾನು ತೆರುತಪ್ಪಗು ನಾನು ಈ ದುರವಸ್ಥೆಗೆ ಈ ಪರಿಸ್ಥಿತಿಗೆ ಬಂದತ್ತಗು ಕಾರಣಕಾರ ಆರೈತಿಕ್ರಾರೆ ಆರಾಯಂಗಿಲು ಸಮ ಅಂಗಳ ನಂಡೆ ಕಣ್ಣೆರೆದಿರ್ಲು ಒಂದು ಕಾಟಿತ್ತ ರಬ್ಬೆ ಎಂದಿಗೆ ಅಲ್ಲಾಹು ತಾಲ ಚೆಲ್ರ ನಜಅಲುಹಾ തഅത അഖദാമിനാ ലിയകൂന മിനൽ അസ്ഫലീൻ എന്തുക അല്ലാഹുവേ നന്റെ ഈ കാൽപാദത്തിന്റെ അടിയിൽ വെച്ചിട്ട് അങ്ങനെ ഒന്ന് ചവിട്ടിച്ച് വെക്കൂ അങ്ങനെ നന്റെ കാല് കൊണ്ടിട്ട് കാൽപാദത്തിന്റെ അടിയിൽ മുഫസ്സിരീൻ ಅದಕ್ಕೆ ಅರ್ಥ ಕೊಡ್ತದೆ ಅದೈತಿಕರ್ നജഅലുഹാ തഅത അഖദാമിനാ ഞങ്ങളെ കാൽപാദത്തിന് അടിയിലാക്കുക ചെന്നിട്ടെങ്കിൽ ഈ കാൽപാത കൊണ്ടൊന്ന് ചവിട്ടുകൊള്ളതായ അവസരം ഞങ്ങൾക്ക് നീ ഉണ്ടാക്കി താറബേ അവന്റെ കാരണത്തിൽ ഐത്തിക്കരനാണ് തെരുതപ്പിയത് അവന്റെ പലക്ക് കേട്ട് തൈത്തിക്കരനാണ് അന്ധവിശ്വാസത്തിനെയും അനാചാരത്തിനെയും അതി അക്രമത്തിനെയും പിറവിലും നാണ് പോയത് അതുകൊണ്ട് അവനെ ചവിട്ടുകൊള്ള ഒരു അവസരം ഞങ്ങൾക്ക് നീ ഉണ്ടാക്കിച്ച ലിയകൂന മിനൽ അസ്ഫലീൻ അപമാനമുള്ളതായ അപമാനിതരാവുടേതായ ആൾമാരെ കൂട്ടത്തിൽ വെച്ചിട്ട് ഏറ്റവും നിന്ദ്യനായിട്ടുള്ളതായ അപമാനിക്കപ്പെട്ടതായ ആളായി തീരുകയാനായിട്ട് ചിന്തില്ല എന്നിട്ട് അല്ല ചിലരെ പലക്കണക്കോറോ 30ാമത്തെ ആയത്ത് സൂറത്ത് ഫുസ്സിലത്തിലെ ഇന്നല്ലദീന ഖാലു നിശ്ചയമായിട്ട് ഒരു ഭാഗം ആൾമാർ അങ്ങ് വലിയ സന്തോഷത്തിലെത്തിക്കാറ് വലിയ ഒരു സൗഭാഗ്യമായിത്തിക്കറക്ക് അതിനെ കാട്ടി വലിയതായ ഒരു സൗഭാഗ്യ അങ്ങനെ ജീവിതത്തിൽ അങ്ങനെ നേടിയെടുക്കുകയില്ല എന്തായിത്തിക്കറ സൗഭാഗ്യ ഖാലു അങ്ങ് ചിലർ റബ്ബുനല്ലാഹ് നന്റെ റബ്ബു അല്ലാഹു മാത്രം ഇത്തിക്കറ സുമ്മസ്തഖാം അതിൽ അടി ഉറച്ചിട്ട് നിൽക്കാർ പതറില്ല ഏത് പ്രയാസങ്ങൾ വന്നെങ്കിലും പ്രയാസത്തിന് മേൽ പ്രയാസം അനുഭവിച്ചെങ്കിലും കഷ്ടപ്പാടിന് മേൽ കഷ്ടപ്പാടങ്ങ് അനുഭവിച്ചെങ്കിലും ആ ഇസ്തിഖാമത്തിൽ അങ്ങ് അടി ഉറച്ചിട്ട് നിന്നിറാർ സുമ്മസ്തഖാമു അതിൽ അങ്ങ് ഇസ്തിഖാമത്തിലുള്ളാർ അടി ഉറച്ചിട്ട് നിന്നിറാർ അങ്ങനൊട്ടിಗೆ ചെല്ലപ്പെടുന്നത് തതനസ്സലു അലൈഹിമുൽ മലായികത്തു അങ്ങ് മരിക്കുന്നതായ സന്ദർഭത്തിൽ ഒരു കൂട്ടം മലായികത്ത് ഇങ്ങ് ഇറങ്ങിച്ചു വണ്ടാർ അവനൊട്ടിಗೆ ചെല്ലറ അല്ലാ തഖാഫു വലാ തഹ്സനു നീ പേടിക്കണ്ട നീ ബേജാറാവണ്ട നിന്റെ പെഞ്ഞായി മക്കളെ വിട്ടുപോണ്ടതില് നിന്റെ കുടുംബത്തിനെ വിട്ടുപോണ്ടതില് നിന്റെ സ്വത്തിനെ വിട്ടുപോണ്ടതില് നിന്റെ അധികാരത്തിനെ വിട്ടുപോണ്ടതില് എന്നെന്നുമുള്ളതായ മടക്കമില്ലാത്തതായ ഒരു ജീവനത്തിക്ക് നീ പോണ്ടതില് നീ ബേജാറാക്കുക ദുഃഖിക്കുക എന്തില്ല വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലത്തി കുൻതും തുഅദൂൻ ഇതാ നിക്ക് സ്വർഗ്ഗ കൊണ്ട് വാഗ്ദാനാക്കുക ഇത്തിക്കിരണങ്ങ വന്നത് സ്വർഗ്ഗ കൊണ്ട് വാഗ്ദാനാക്കുക ഇത്തിക്കിരണങ്ങ വന്നത് നീ സ്വർഗ്ഗത്തിൽ ആളായിത്തിക്കിറെ നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ ആഖിറത്തിലും ദുനിയാവിലും നിന്റെ മിത്രങ്ങളായിത്തിക്കിരണങ്ങ എന്തു നീ ബേജാറാവുകില്ല വലക്കും ഫീഹാ മാ തസ്തഈ അൻഫുസകും വലക്കും ഫീഹാ മാ തദ്ഊൻ നീ എന്തായിത്തിക്കിറ അതിഹാസപ്പെട്ടത് നീ എന്തായിത്തിക്കിറ ആഗ്രഹിക്കുന്നത് എല്ലാം നിനക്ക് തയ്യാറായിത്തിക്കിറെ നുസുലം മിൻ ഗഫൂറുർ റഹീം സുബ്ഹാനല്ലാഹ് നീ മരിച്ചിട്ട് പോണ്ടത് നിന്റെ റബ്ബ് നിന്നെ വിളിച്ചതായിത്തിക്കിറ് എന്തുക്ക് നുസുലം മിൻ ഗഫൂറിർ റഹീം നിന്നെ അതിഥിയായിട്ട് നിന്നെ ഗസ്റ്റ് ആയിട്ട് നിന്റെ അതിഥി ഗസ്റ്റ് ആയിട്ട് നിന്നെ റബ്ബു സ്വീകരിച്ചിര നിക്ക് ബീർനാക്കിട്ട് നിന്നെ ഗസ്റ്റ് ആയിട്ട് അള്ളാഹു നിന്നെ വിളിച്ചതായിത്തിക്കറ് റബ്ബറ മുട്ട നീനെ മടങ്ങിത്ത് ബാ മൂമിനായ മനുഷ്യ ഇസ്തിഖാമത്തിൽ അടിവറച്ചിട്ട് മരിച്ചു പോണ്ടതായ മനുഷ്യ അവന്റെ മരണത്തിന് ഖുർആൻ ചെല്ലുന്നത് അവൻ അള്ളാഹുരെ വിശേഷമായിട്ടുള്ള ഗസ്റ്റ് ആയിട്ട് ദുയൂഫുർ റഹ്മാൻ പടച്ച റബ്ബുരെ ഗസ്റ്റ് ആയിട്ട് അതിഥിയായിട്ട് എത്തിക്കറ് അള്ളാഹുരെ മുട്ടവന് പോണ്ടത് സഹോദരന്മാരെ ഈ സൗഭാഗ്യം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇസ്തിഖാമത്തിൽ അടിവറച്ച ആൾമാർക്ക് മാത്രം സാധ്യ അതുകൊണ്ട് തൗഹീദിൽ അടിവറക്കറു ഒരിക്കലും അതിനെ കലങ്കപ്പെടുത്തിരണ്ട അത് കലങ്കപ്പെടുത്തുന്നതായ വിശ്വാസ ഞങ്ങളെ വിശ്വാസത്തിലാവട്ടെ പ്രവൃത്തിയിലാവട്ടെ വന്നു പോകുത്തീറ എന്ത് ബല കൊടുത്തിട്ടെങ്കിലും തൗഹീദിൽ അടിവറച്ച് നിന്ന ആൾമാർക്ക് മാത്രമായിട്ട് ആ സൗഭാഗ്യ അള്ളാഹു അനുഗ്രഹിക്കട്ടെ ചെമ്മ ആൾമാർ ദുആ കൊണ്ടുത്ത് വസിയത്താക്കിറാറ്
ആൾമാരെ പേരൊന്നും എനിക്ക് പിടിയില്ല. പ്രത്യേകിച്ചിട്ട് സഹോദരന്മാരെ, 3-4 മുന്നോലും 4 മുന്നോലും ഞങ്ങളെ ഇടീ ദുഃഖിപ്പിക്കുന്നതായ ഒരു മരണ വാർത്ത എത്തിക്കിற ഞങ്ങൾ കേട്ടത്. എപ്പോഴും ഞങ്ങൾ മരണ വാർത്ത കേട്ടോണ്ടുള്ള ആയെങ്കിലും ഈ പള്ളിക്ക് ബേനായിട്ട് ഈ ആദർശ പ്രസ്ഥാനത്തിക്ക് അടി ഉറച്ചിട്ട് സഹായിച്ചതായ സൗത്ത് കർണാടക സലഫി മൂവ്മെൻറ്റിലെ സ്ഥാപക അധ്യക്ഷന്മാരിൽപ്പെട്ട ഒരാളെ എത്തിക്കിற നസീറാക്ക, അയാളെ മോൻ ഫുവൈദ് ജിദ്ദയിൽ നടന്നവരും ജിദ്ദയിൽ പെട്ടെന്ന് മരണം സംഭവിച്ചിട്ട് നിങ്ങളെല്ലാവരും ആ മരണ വാർത്ത കേട്ടങ്ങയച്ചിക്கிறாർ. ഇടീ ഞങ്ങളെ നാടും ഞങ്ങളെ സഹോദരന്മാർ ദുഃഖിച്ചാർ. അള്ളാഹുവേ നീನು പുറത്തു കൊടു റബ്ബേ, നീನು മഗ്ഫിറത്തും റഹമത്തും നീನು കൊടു റബ്ബേ. അദ്ദേഹം ആക്കിയതായ ത്യാഗത്തിലെ സഹനത്തിലെ അള്ളാഹുവെ നീನು സ്വീകരിക്കു റബ്ബേ. നാളെ ആഖിറത്തിൽ പരലോകത്തിൽ അത് വലിയ മുതൽ കൂട്ടമായിട്ട് അദ്ദേഹത്തിന്റെ ബർസഖിയായ ജീവനത്തും ആഖിറത്തിലും പടച്ച റബ്ബെ നീ കൊടു റബ്ബേ. അള്ളാഹുവെ അങ്ങളെ കുടുംബത്തിക്ക്, അയാളെ മക്കൾക്ക്, പെഞ്ഞായിക്ക്, അങ്ങളെ സഹോദരന്മാർക്ക് ആ ദുഃഖത്തിലെ താങ്ങുള്ളതായ ക്ഷമയും സബൂറും നീ കൊടുത്ത് അനുഗ്രഹിക്കു റബ്ബേ. ക്യാൻസർ രോഗത്തിൽ പ്രയാസപ്പെട്ട ആൾമാരുള്ളാറ് ദുആ കൊണ്ട് വസിയത്തയക്കാറ്, കാല് പൂന്നിട്ട് കൈ പൂന്നിട്ട് ഇങ്ങനെ പല രോഗങ്ങളെ കാരണം ചെന്നിട്ട് ദുആർക്കൊക്കെ ഏൽപ്പിച്ച ആൾമാരുള്ളാറ്. അള്ളാഹുവെ അനക്കെല്ലാം പരിപൂർണമായിട്ടുള്ള ആജിലായിട്ടുള്ള ശിഫ നീ കൊടുത്തു അനുഗ്രഹിക്കു റബ്ബേ. രോഗം നിന്റെ പക്കൽ നിന്ന് എത്തിക്കറ്, ശിഫയും നിന്റെ ഭാഗത്ത് നിന്ന് മാത്രം എത്തിക്കറ്. അള്ളാഹുവെ രോഗം തന്നതായ റബ്ബെ പരിപൂർണമായിട്ടുള്ള ശിഫ നീ കൊടുത്തു അനുഗ്രഹിക്കു റബ്ബേ. മാരകമായിട്ടുള്ളതായ രോഗത്തിൽ നിന്ന് അള്ളാഹുവെ ഞങ്ങളെ നീ സലാമത്താക്ക് റബ്ബേ. അള്ളാഹു ഞങ്ങളെ കൂട്ടത്തിൽ മരിച്ചു പോയതായ ഞങ്ങളെ എത്ര സഹോദര സഹോദരിമാരുള്ളാർ അങ്ങ് ബർസഖിയായ ലോകത്തിലെത്തിക്കറ്. ഞങ്ങളെ സ്ഥിതിഗതി എന്തൊരു ഞങ്ങൾക്ക് പിടിയില്ല റബ്ബേ. നീ മാത്രം അറിഞ്ഞവണു. അങ്ങ് ദുനിയാവിൽ ആക്കിയതായ പാപത്തിൻ്റെ കാരണത്തിൽ എന്തെങ്കിലും തപ്പുര കാരണത്തിൽ അങ്ങ് ശിക്ഷ അനുഭവിക്കണ്ടെങ്കിൽ അള്ളാഹുവെ നിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ടുത്തു, നിന്റെ ഫള് കൊണ്ടുത്തു. അള്ളാഹുവെ അനക്ക് നീന് പുറത്തു കൊടു റബ്ബേ, അനക്ക് നീന് മഗ്ഫിറത്ത് കൊടു റബ്ബേ. നാളെ സ്വർഗീയ ഭവനത്തിൽ ജന്നാത്തുൽ ഫിർദൗസിലു ഞങ്ങളെയും നീ ഒരുമിച്ച് കൂട്ടു റബ്ബേ. അള്ളാഹു ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തു റബ്ബേ. നിന്റെ വിശുദ്ധമായ ഖുർആനിലെ കലാമുരെ മനഃപ്പാഠമാക്കുന്നതായ ആൾമാരെ കൂട്ടത്തിൽ, മക്കളെ കൂട്ടത്തിൽ ഞങ്ങളെ മക്കളെ നീ ഉൾപ്പെടുത്തു റബ്ബേ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തു റബ്ബേ. എല്ലാ പ്രയാസത്തിൽ നിന്ന് നീ സലാമത്താക്ക് റബ്ബേ. ಅದರೊಟ್ಟಿಗೆ സഹോദരന്മാരെ, പള്ളിയുടെ കളക്ഷൻ ഉണ്ട്, ഞാനത് ചെന്തറിയിക്കുന്ന അകറ്റില്ല. ആയെങ്കിലും ഞങ്ങളൊന്ന് ചിന്തിക്കൂറ്. എപ്പോഴും ഒരു കണക്ക് വെച്ചിട്ട് ബണ്ട ആൾമാറിക്കുവാറ് അള്ളാഹുരെ പള്ളി അയച്ചിക്കറ്. ബണ്ട വെള്ളിയാസ നാണിക്കുവാണ് നിങ്ങയ്ക്കുവാണ് ചൊല്ലക്ക് സാധ്യമല്ല. ചിലപ്പോൾ ഞങ്ങൾ ഇത് ആഖിറത്തിലെ ജുമൈത്തിക്കും ലാസ്റ്റത്തെ ജുമൈത്തിക്കും അത് വിചാരിച്ചിട്ട് നക്ക് കിട്ടിയ ഒരു ചാൻസ് ചെന്ന് വിചാരിച്ചിട്ട് അള്ളാഹുരെ ഈ പള്ളിയുടെ ചെലവ് ഞങ്ങളെല്ല ഔത്തുരെ ചെലവ് നോക്കുന്ന ആൾമാറായിത്തിക്കറ. ഞങ്ങൾക്ക് പിടിയുണ്ടു ഞങ്ങൾ ഔത്തിൽ എത്ര ചെലവുണ്ട് ചെന്ന്. ആയെങ്കിൽ ഇത്ര വലിയതായ പള്ളി, ഇവിടെ ഉള്ളതായ സ്റ്റാഫ്, ഇവിടെ ഉള്ളതായ ബാക്കിയുള്ളതായ പള്ളിയുടെ മേൽച്ചെലവ് നോക്കുമ്പോഴത്തേക്ക് എത്ര ബറു ചെന്ന് നിങ്ങമേ ഒന്ന് കണക്ക് കൂട്ടോറു. അതുകൊണ്ടു നിങ്ങളെപ്പോലത്തെ ആൾമാർ ഈ അള്ളാഹുരെ ഭവനത്തിക്ക് സഹായിക്കുന്നതായ സഹായ അള്ളാഹു അത് കബൂലാക്കട്ട്. നല്ല സംഖ്യയിൽ അള്ളാഹുരെ പള്ളിക്ക് നിങ്ങൾ സഹായിക്കറു. അള്ളാഹു അനുഗ്രഹിക്കട്ട്. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.